ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു, ഫലവും പുറത്തുവന്നു. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിക്ക് ഉണങ്ങാത്ത മുറിവുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. ആ മുറിവുണങ്ങാൻ ഏറെ സമയമെടുക്കും. കാരണം 400-ലധികം സീറ്റുമായി ഏകപക്ഷീയമായി അധികാരത്തിലെത്തും എന്ന് വിചാരിച്ചിരുന്ന ബി.ജെ.പി കഷ്ടിച്ച് അധികാരത്തിൽ കയറിയ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പാണ്. 12 വർഷവും 4 തിരഞ്ഞെടുപ്പുകളുമാണ് അഖിലേഷ് യാദവിന് ബി.ജെ.പിക്കെതിരെ വിജയം രുചിക്കാൻ വേണ്ടി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ വിജയത്തിൽ അഖിലേഷും അദ്ദേഹത്തിൻ്റെ സഖ്യവും വളരെ ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന 10 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്കും ഇന്ത്യ ബ്ലോക്കിനും വളരെ നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും ഇരു മുന്നണികളും തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ബി.ജെ.പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് ലക്നൌവിലെത്തിക്കഴിഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പരാജയവും ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളും അവലോകനം ചെയ്യുന്നതിനായാണ് സന്തോഷ് എത്തിയത്. പാർലമെന്റ് സമ്മേളനം അവസാനിച്ചയുടൻ അഖിലേഷ് യാദവും ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ലക്നൌവിലെ തന്റെ ഓഫീസ് ഒരുക്കിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയും കുറിച്ച് സമാജ്വാദി പാർട്ടിയിലെ നേതാക്കളിൽ നിന്നും അഭിപ്രായങ്ങൾ അഖിലേഷ് യാദവ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വളരെ പ്രധാനമാണ്. കാരണം ഈ സീറ്റുകളിലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തോറ്റാൽ മുഖ്യമന്ത്രി യോഗിയുടെ കസേരയ്ക്ക് ഇളക്കം സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സമയത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിലും തൻ്റെ ലോക്സഭാ വിജയത്തിൻ്റെ ആക്കം നിലനിർത്താൻ അഖിലേഷ് യാദവ് ആഗ്രഹിക്കുന്നുണ്ട്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ജീവൻ മരണ പോരാട്ടമാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 80 നിയമസഭാ സീറ്റുകളിൽ ഭൂരിഭാഗവും SP കോൺഗ്രസ് സഖ്യം നേടിയത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ നിയന്ത്രണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തോറ്റാൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം തൻ്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് യോഗി ആദിത്യനാഥിന് അറിയാം. ഇത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി യോഗി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഉപതെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ് കരുക്കൾ നീക്കുന്നത്. കർഹാൽ, മിൽക്കിപൂർ, കദേഹാരി, കുന്ദർക്കി, ഗസിയാബാദ്, ഖൈർ, മീരാപൂർ, ഫുൽപൂർ, മജുവ, നിസാമാവും മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രി തൻ്റെ 15 മന്ത്രിമാരെ വിളിച്ച് ഒരു ടീമിന് രൂപം നൽകിയിട്ടുണ്ട്. ഇതിൽ 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെയും സ്ഥാനാർത്ഥി നിർണയവും സാഹചര്യവും മുഖ്യമന്ത്രിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ 2 മന്ത്രിമാരോട് വീതം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് ഇടപെടുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാധാരണയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ വിധി തീരുമാനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് A-to-Z കാര്യങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഭൂരിപക്ഷം സീറ്റുകളും ബി.ജെ.പിക്ക് ജയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതൊക്കെ സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതെന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും. ആദ്യമായി കർഹാൽ തന്നെ എടുക്കാം. ഇപ്പോൾ കനൌജിൽ നിന്നുള്ള MP-യായ അഖിലേഷ് യാദവാണ് കർഹാലിൽ നിലവിലെ MLA. ഇനി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് തൻ്റെ അനന്തരവൻ തേജ് സിംഗ് പ്രതാപിന് സീറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അയോധ്യയിലെ മിൽക്കിപൂർ നിയമസഭാ മണ്ഡലം ഇപ്പോൾ ഏറെ പ്രസിദ്ധമാണ്. കാരണം ഈ മണ്ഡലത്തിലെ MLA ആയ അവധേഷ് പ്രസാദാണ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലം ബി.ജെ.പിയിൽ നിന്നും പിടിച്ചെടുത്തത്. അവധേഷ് പ്രസാദ് 9 തവണ മിൽക്കിപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA ആയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം ഫൈസാബാദിലെ MP-യാണ്. മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിൻ്റെ മകൻ അജിത് പ്രസാദിനെ മത്സരിപ്പിക്കാനാണ് സമാജ്വാദി പാർട്ടി നീക്കം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ സീറ്റ് ബി.ജെ.പിക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള സീറ്റുകളിലൊന്ന് എന്നാണ് കരുതപ്പെടുന്നത്. നിസാമാവൂർ നിയമസഭാ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി MLA ഇർഫാൻ സോളങ്കിക്ക് കോടതിയുടെ ശിക്ഷാവിധിയെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇത് സമാജ്വാദി പാർട്ടിയുടെ ശക്തമായ സീറ്റുകളിലൊന്നാണ്. ഇത്തവണ സമാജ്വാദി പാർട്ടി ഇർഫാൻ സോളങ്കിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് സീറ്റ് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇർഫാനോടുള്ള ജനങ്ങളുടെ സഹതാപ തരംഗം മണ്ഡലത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സീറ്റുകളിലൊന്നാണ് ഇതെന്ന് കരുതപ്പെടുന്നു.
അടുത്തതായി കുനാർക്കി സീറ്റ്. സംഭാൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് കുനാർക്കി നിയമസഭാ സീറ്റ് വരുന്നത്. ഈ സീറ്റിലെ വോട്ടർമാർ മുസ്ലിം ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് സമാജ്വാദി പാർട്ടിയുടെ കോട്ടയായി കണക്കാക്കപ്പെടുന്നു. സിയാവുർ റഹ്മാൻ വർക്കായിരുന്നു ഇവിടെ നിന്നുള്ള MLA. അദ്ദേഹം ഇത്തവണ സംഭാലിൽ നിന്നുള്ള MP ആയി വിജയിച്ചതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഈ സാഹചര്യത്തിൽ 60% മുസ്ലിം ഭൂരിപക്ഷമുള്ള കുനാർക്കി സീറ്റിൽ BJPക്ക് ജയിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഉറപ്പിച്ചു പറയാം. കടഹാരി നിയമസഭാ സീറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീറ്റ് അംബേദ്കർ നഗർ ലോക്സഭാ സീറ്റിൻ്റെ ഭാഗമാണ്. മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവും MLAയുമായ ലാൽജി വർമ്മയായിരുന്നു ഇവിടെ നിന്നുള്ള MLA. ഇത്തവണ അംബേദ്കർ നഗർ ലോക്സഭാ സീറ്റിൽ നിന്നും ലാൽജി വർമ്മ സമാജ്വാദി പാർട്ടി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SP-യിൽ ചേരുന്നതിന് മുൻപ് BSPയുടെ വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു ലാൽജി വർമ്മ. ലാൽജി വർമ്മയുടെ മകൾ ഛായ വർമ്മ ഇവിടെ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് സൂചനകൾ. ഈ സീറ്റും BJPക്ക് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സീറ്റുകളിൽ ഒന്നാണ്. മുസാഫർ നഗറിലെ മീരാപൂർ നിയമസഭാ സീറ്റിൽ വിജയിക്കുക എന്നത് BJPക്ക് എളുപ്പമല്ല. 2022-ൽ ഈ സീറ്റിൽ RLD-SP സഖ്യം വിജയിച്ചിരുന്നു. ഇവിടെ വിജയിച്ച MLA ആയ ചന്ദ്രൻ ചൗഹാൻ ബിജ്നോറിൽ നിന്ന് MP ആയി മാറിയിരിക്കുകയാണ്. ഈ സീറ്റും പിടിച്ചെടുക്കുക BJPക്ക് എളുപ്പമല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അടുത്തതായി ഫുൽപൂർ നിയമസഭാ സീറ്റിൻ്റെ കാര്യം. 2022-ൽ ഫുൽപൂർ നിയമസഭയിൽ നിന്ന് BJPയാണ് വിജയിച്ചത്. ഇവിടെ നിന്ന് പ്രവീൺ പട്ടേൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ പ്രവീൺ പട്ടേലിനെയാണ് ഫുൽപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത്. അദ്ദേഹം വിജയിച്ചു. പക്ഷേ അവിടെ ഒരു പ്രധാന വിഷയം സംഭവിച്ചു. ഫുൽപൂർ ലോക്സഭാ സീറ്റിൽ പ്രവീൺ പട്ടേൽ വിജയിച്ചപ്പോൾ ആ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഫുൽപൂർ നിയമസഭാ സീറ്റിൽ ഈ പ്രവീൺ പട്ടേൽ പിന്നിലേക്ക് പോവുകയായിരുന്നു. BJPയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതും ഈ സംഗതി തന്നെയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ഫുൽപൂർ നിയമസഭാ സീറ്റിൽ വിജയിക്കുമെന്ന് BJPക്ക് തന്നെ ഉറപ്പില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർഹാൽ, മിൽക്കിപൂർ, കട്ടേഹാരി, കുന്ദർക്കി, നിസമാവു എന്നീ സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മികച്ച വിജയം സ്വന്തമാക്കിയപ്പോൾ ഗാസിയാബാദ്, ഖൈർ, ഫുൽപൂർ എന്നിവ BJP പിടിച്ചെടുത്തു. മജുവ സീറ്റ് നിഷാദ് പാർട്ടിയും മീരാപൂർ സീറ്റ് RLDയും നേടി. എന്നാൽ ഇത്തവണ 2 മുതൽ 3 വരെ സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസും കാണുമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് ഘടകം പറയുന്നത്. ഇക്കാര്യത്തിൽ SP-യുടെ തീരുമാനം ഇതുവരയ്ക്കും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.